പറയുന്ന എണ്ണത്തിൽ ക്ലിപ്തതയില്ല. ഇനി ഒരു മുടിയാവട്ടെ, ഇരുമുടിയാവട്ടെ, 3 മുടിയാവട്ടെ, 4 മുടിയാവട്ടെ, എത്ര മുടിയായാലും ഞങ്ങൾക്കുറപ്പാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, അമ്പലക്കടവിനും ഉറപ്പാണ്, റഹ്മത്തുള്ള ഖാസിമിക്കും ഉറപ്പാണ്, സർവ്വ ഫൈസിമാർക്കും ഉറപ്പാണ്. അത് വ്യാജമായ മുടി തന്നെ, 100% കള്ളമുടി തന്നെ. എന്തേ ആ മുടിക്കുള്ള പ്രത്യേകത? ആ മുടിയെ സംബന്ധിച്ചതാ പരിശോധിച്ചു നോക്കുമ്പോൾ, ഇന്റർനെറ്റിലൂടെ കാണുമ്പോ വല്ല കുതിരവാല് ഇതിനേക്കാൾ വലിപ്പം, കുതിരവാല് പോലെ, കുതിരവാലിനെ തോൽപ്പിക്കുന്ന നിലക്കുള്ള മുടിയാണ്. സ്ത്രീകൾക്ക് പോലും ഇക്കാലത്ത് ഇത്ര നീണ്ട മുടിയില്ല, മീറ്ററുകൾ കണക്കെ നീണ്ടുകിടക്കുന്ന മുടിയാണ്. അതാപ്പോൾ പലരും ചോദിക്കാൻ തുടങ്ങി, ഓ അബൂഖുറൈലരെ, അതുപോലെ തന്നെ കുട്ടികളെ, സഖാഫിമാരെ, നിങ്ങൾക്ക് ഈ മുടി കിട്ടിയ കേന്ദ്രത്തിൽ 1ഉം 2ഉമൊന്നുമല്ലല്ലോ മുടിയുള്ളത്, കെട്ടുകണക്കിന് മുടിയാണ്, 5ഉം 6ഉം മുടിക്കെട്ടുകളാണ്. കെട്ടുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. മുടിക്കെട്ടുകളതാ പൂരപ്പറമ്പിൽ മുടി നീളം കുറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഏച്ചുകൂട്ടാൻ മുടി അങ്ങനെ തൂക്കിയിട്ടതുപോലെ പുന്നാര ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അതാ മുടിക്കെട്ടുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഈ മുടിക്കെട്ട് ഇങ്ങനെ കണ്ടപ്പോൾ പലർക്കും ഒരു സംശയം, അല്ലാഹുവിന്റെ റസൂൽ ഇത്രത്തോളം ഒരു മുടി നീട്ടി വളർത്തിയ ഹിപ്പിയാണോ? നബി തങ്ങളുടെ മുടിയുടെ നീളം എത്രയായിരുന്നു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയുടെ നീളം അതാ സ്വഹാബിമാര് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടില്ലേ? അവിടുത്തെ മുടി കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ മർബൂഅൻ ബഈദ മാ ബൈനൽ മൻകിബൈനി ലഹു ശഅറുൻ യബ്ലുഗു ശഹ്മത ഉദ്നിഹി റഅയ്തുഹു ഫീ ഹുല്ലത്തിൻ ഹംറാ ലം അറ ശൈഅൻ ഖത്തു അഹ്സന മിൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ആശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിതമായ ഉയരമുള്ളയാളായിരുന്നു. അവിടുത്തെ ഇരു ചുമലുകൾക്കിടയിൽ നല്ല വിസ്താരമുണ്ടായിരുന്നു. തലമുടി ഇരു ചെവിക്കുറ്റി വരെ താഴ്ന്നു കിടന്നിരുന്നു. ഏറിയാൽ അവിടുത്തെ തലമുടി ഇങ്ങനെ ഇവിടെ നിന്ന് ചീകി ഒതുക്കിയാൽ ഈ ചെവിയുടെ അതുവരെ, അതല്ലെങ്കിൽ അല്പം താഴ്ന്നു നിൽക്കുകയല്ലാതെ അതാ 75 സെന്റിമീറ്ററും 35 സെന്റിമീറ്ററും അതുപോലെ തന്നെ 1 മീറ്ററും അതിലധികയുമൊക്കെയുള്ള മുടിക്കെട്ടുകളാണ് പുന്നാര നബി തങ്ങളുടെ മുടി എന്നും പറഞ്ഞിട്ട് ആ കേന്ദ്രത്തിലുള്ളത്. അവിടെ നിന്നാണ് കുപ്പിയിലാക്കിയവര് അത്തർ കുപ്പിയിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന ഈ മുടിക്കഷ്ണം അല്ലാഹുവിന്റെ റസൂലിന്റെതല്ല. പിന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അതാ ഫത്വകൾ വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി നീളും, നബി തങ്ങളുടെ മുടി ഇങ്ങനെ നീളുകയാണ്, കൊല്ലം തോറും നീളുകയാണ്. ഒരു കൊല്ലത്തിൽ 1.7 സെന്റിമീറ്റർ മുതൽ 2.8 സെന്റിമീറ്റർ വരെ ഒരു വർഷത്തിൽ ഈ മുടിക്ക് വളർച്ചയുണ്ട്. അങ്ങനെ അങ്ങനെ വളർന്നാൽ നബി തങ്ങളുടെ മുടി ഇപ്പോ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടാകും? അങ്ങനെ ചോദിച്ചപ്പോൾ പറയുന്നു, അതിനൊക്കെ മറുപടിയുണ്ട് മൗലവിമാരെ. കൊല്ലവും കൊല്ലവും നീളുന്ന മുടി മൂപ്പരങ്ങനെ മുറിക്കാറാണ് പതിവുള്ളത്. അങ്ങനെ മുറിച്ചപ്പോ വേറൊരു ചോദ്യം വന്നു, ഇത്രയും മുടിക്കെട്ടുകൾ എങ്ങനെ വന്നു? ഒരു മുടി ഇങ്ങനെ നീണ്ടു പോയാ പിന്നെ ഇതെങ്ങനെ ഇത്ര കെട്ടുകളായി വന്നു? അതിനും മറുപടിയുണ്ട് മൗലവിമാരെ. നീളുന്ന മുടി മാത്രമല്ല, പിളരുന്നു, വളരുന്നു, പിളരുന്നു, വളരും തോറും പിളരുന്നു, പിളരും തോറും വളരുന്നു. ഈ നിലക്കൊരു മുടി. ഇത് ആരുടെ മുടിയാണ് പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് മുജാഹിദുകൾ നിങ്ങളെ വിടൂല എന്ന് പറയുന്നത്. നിങ്ങൾ 40 കോടിയുടെയോ 400 കോടിയുടെയോ ബിൽഡിംഗ് ഉണ്ടാക്കിക്കോ, ഞങ്ങൾക്കത് പ്രശ്നമല്ല, അസൂയയില്ല. എത്രായിരം കോടിയുടെ ബിൽഡിംഗ് നിങ്ങൾ ഉണ്ടാക്കിയാലും അവിടെ ഞങ്ങൾ ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെ സംവിധാനം, പൂക്കളവും പൂന്തോട്ടവും അതുപോലെ തന്നെ എന്ത് രൂപത്തിലുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കിയാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല. പക്ഷേ ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയാൻ സമ്മതിക്കൂല. ഒരൊറ്റ
ഒരൊറ്റ മുജാഹിദിനും ശ്വാസമുള്ള കാലത്തേളും സമ്മതിക്കൂല. നബി തങ്ങളുടെ പേരിൽ നുണ പറയാൻ സമ്മതിക്കൂല. അത് ഞങ്ങൾ ആയത്ത് കൊണ്ട് നേരിടും, ഹദീസ് കൊണ്ട് നേരിടും, തെളിവുകൾ കൊണ്ട് നേരിടും. മുസ്ലിം ലോകം മുഴുവൻ അതിനെ പിന്തുണക്കും. അതേ അവസരത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അണ്ണാക്ക് തൊടാതെ വിശ്വസിക്കുന്ന ചില യാക്കവുമുണ്ട് നിങ്ങൾക്ക്. അവർ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. പക്ഷേ മുസ്ലിമീങ്ങളെ കിട്ടൂല. ഇത് ഞങ്ങൾ മാത്രമല്ല പ്രഖ്യാപിച്ചത്. റഹ്മത്തുള്ള കാസിമിയും ഇത് തന്നെ പറയുന്നുണ്ട്, അമ്പലക്കടവ് ഫൈസിയും ഇത് തന്നെ പറയുന്നുണ്ട്, ഓരോരുത്തരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഫൈസിമാര് പറഞ്ഞില്ലെങ്കിലും, അതേപോലെ തന്നെ ദാരിമിമാര് പറഞ്ഞില്ലെങ്കിലും, കാസിമിമാര് പറഞ്ഞിട്ടില്ലെങ്കിലും, മുജാഹിദിന്റെ ചുണക്കുട്ടികൾ ആദർശം കൊണ്ട് നിങ്ങളെ നേരിടുന്നു. തെളിയിക്കൂ. അള്ളാന്റെ റസൂലിന്റെ മുടി വളരുന്നു എന്ന് വിശ്വസിച്ച സ്വഹാബിയുടെ പേര് പറയൂ. പിളരുന്നു എന്ന് വിശ്വസിച്ച സ്വഹാബിയുടെ പേര് പറയൂ. സാധ്യമല്ല, നിങ്ങൾക്ക് ഒരു കാലത്തും നിങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ ഈ മുടിക്കുള്ള പ്രത്യേകത എന്താണ്? വളരുകയും പിളരുകയും മാത്രമല്ല, പോലും ലൈറ്റ് അടിക്കുന്നു. ലൈറ്റ് അടിക്കും. ഈ മുടിയുള്ളയിടത്ത് ലൈറ്റ് വേണ്ട പോലും. കാരണം എന്താണ്? മുത്തുനബിയല്ലേ, പ്രകാശം ഇങ്ങനെ പൊഴിയുകയാണ്. അതുകൊണ്ട് ഈ മുടിയിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു. ചോദിക്കട്ടെ, ഇത് വെച്ച കാരന്തൂര് മർക്കസിലെ ട്യൂബ് ഓഫ് ആണോ? അവിടെ നിങ്ങൾ ലൈറ്റ് ഇടാറുണ്ടോ? ഞാനിപ്പോൾ അത് ചോദിക്കുന്നില്ല. അടുത്തൊരു മഹത്വം എന്താണ് പറയുന്നത്? അതാ ഈ കേന്ദ്രത്തിലുള്ള മുടി മറ്റുള്ളയാളുടെ സ്വന്തം മുടിയൊക്കെ വിളക്കത്ത് കത്തിച്ചപ്പോൾ പൂ എന്ന് കത്തിപ്പോയപ്പോൾ ഈ മുടി കത്തുന്നില്ല. നബി തങ്ങളുടെ മുടി കത്തുന്നില്ല. കാരന്തൂര് ശൈഖുനയോട് ഒന്ന് പരിശോധിക്കാമോ? കത്തിക്കില്ല നിങ്ങൾ, നിങ്ങൾക്ക് സാധ്യമല്ല. കത്തിച്ചാൽ കേവലം ഈ ഒരു മുടിയല്ല ചാരമാവുക, 40 കോടിയുടെ കെട്ടിടം പണിയുടെ സ്വപ്നവും ചാരമാവില്ലേ? അതുകൊണ്ട് നിങ്ങൾ കത്തിക്കൂല. പക്ഷേ കത്തിച്ചാൽ കത്താത്ത മുടി. ഇനിയും തീർന്നില്ല. ഈ മുടിക്ക് പിന്നെയും ബറക്കത്തുണ്ടതെന്താ? ഈ മുടി ചാഞ്ചാടുന്ന മുടിയാണ്, ആടുന്ന മുടിയാണ്. എപ്പോഴും ഇങ്ങനെ ആടാറില്ല, ദിക്ർ കേട്ടാൽ ആടുന്ന മുടിയാണ്. നബിതങ്ങളും സഹാബത്തൊക്കെ ദിക്ർ കേൾക്കുമ്പോൾ ഇങ്ങനെ അതാ പാറ്റക്കൾ ഇങ്ങനെ ആട്ടം പിടിച്ചിലോരി ഇങ്ങനെ ആടാറുണ്ട് പോലുമെന്ന് മുസ്ലിയാക്കളെ നിങ്ങളല്ലേ പ്രചരിപ്പിക്കുന്നത്? അതിനൊപ്പിച്ച് പറയുകയാണ്, ഈ മുടിയുള്ളയിടത്ത് ഈ മുടി ഇങ്ങനെ ദിക്ർ കേട്ടാൽ ആടുന്നു. എന്തൊരു കള്ളത്തരമാണ് ഈ പ്രചരിപ്പിക്കുന്നത്? ആടുന്ന മുടി, ചാടുന്ന മുടി, പിളരുന്ന മുടി, വളരുന്ന മുടി, തിളങ്ങുന്ന മുടി, നിഴലില്ലാത്ത മുടി. നിഴലും ഇപ്പോൾ നെറ്റിലൂടെ കിട്ടിത്തുടങ്ങി. ഈ മുടിക്കെട്ട് ഇങ്ങനെ പൊക്കിയപ്പോൾ ഒരു വിരുദ്ധൻ പോയി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോഴതാ ആ മുടിക്കെട്ടിന്റെ നിഴലതാ അറബിയുടെ നെഞ്ചിൽ ഇങ്ങനെ കൃത്യമായി കാണുന്നു. സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഇതാ ആകെ എരപ്പായി നിൽക്കുകയാണ് കാന്തക്കൂടാരം. ഈ മുടിയിന് ആകെ നായര് പിടിച്ച പുലിവാലെന്ന് പറഞ്ഞതുപോലെ കാന്തപുരം പിടിച്ച മുടിനാര് ആകെ കൂടി പൊല്ലാപ്പിലായി. എന്നിട്ട് ഇപ്പോഴും പറയുകയാണെന്ത്? നബിതങ്ങളുടെ മുടി തന്നെ. കാരണം അല്ലാഹുവിന്റെ റസൂല് തൃപ്തിപ്പെട്ട് തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ട് കൊടുത്തു എന്ന് മാത്രല്ല, എത്രയോ ആളുകൾ ഇപ്പൊ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. എത്രയെത്ര സ്വപ്നങ്ങളാണ് കാന്തപുരത്തെ കുറിച്ച് കാണുന്നത്. കാന്തപുരത്തെ കുറിച്ച് വള്ള സ്വപ്നങ്ങൾ എന്താണ്? നബിതങ്ങളെ കാണണമെങ്കിൽ ഇപ്പുറത്തെ റൂമിലിരുന്ന് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത് AP അബൂബക്കറാണ്. ജിദ്ദയിൽ AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി. അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്തൊക്കെ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്ര. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ. അയാൾ ഈ ഭാഗത്തിലാണ്. എന്താ തുറന്ന് പറഞ്ഞീന്? തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്ത് പോയി പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവനാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ ഒരു സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു.
നട്ടുച്ച ടൈം വേറെത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന വട്ടമില്ലാതെ മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതിലേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, എ.പി. ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. ഇപ്പോഴത്തെ മൗലവിമാരെ പ്രസംഗമാണ്. മൗലവിമാരെ പ്രസംഗം എന്താണെന്നറിയോ? ഒരാളിങ്ങനെ നബിതങ്ങളുണ്ട് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞപ്പോ കാണാൻ വേണ്ടി ക്യൂല് നിന്നു. കുറെ സമയം ക്യൂല് നിന്നിട്ട് എത്തിപ്പെട്ടു. നബിയാന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് കയറിയതാ. കയറി നോക്കുമ്പോ അവിടെ നബിതങ്ങളല്ല ഉള്ളത്, ഷെയ്ഖ് അബൂബക്കറാണ്. അപ്പൊ ഷെയ്ഖ് അബൂബക്കർ ഒരു ചീട്ട് തന്നു. എന്താ? നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. ഈ ആളുകൾ നബി സ്നേഹം പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നു. മുടിയുടെ പേരിൽ ഇങ്ങനെയാണെങ്കിൽ ഇനിയതാ നോക്കൂ, ഇസ്ലാമിന്റെ പേരിൽ ഇവരതാ ജനങ്ങളെ കൊണ്ട് ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുകയാണ്. ഒരു കല്യാണം നിശ്ചയിക്കണമെങ്കിൽ, ഒരു വീട് താമസമാക്കണമെങ്കിൽ, ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണമെങ്കിൽ അതാ ദിവസത്തെ മുഴുവൻ ചീത്ത പറയുകയാണ്, ദിവസങ്ങളെ കൊള്ളരുതാത്ത ദിവസങ്ങളെന്ന് പറയുകയാണ്, നഹസുകൾ പറയുകയാണ്. ഓരോ ദിവസവും പരിശോധിക്കാൻ മുസ്ലിയാക്കന്മാരിങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. എന്നിട്ടിങ്ങനെ അവര് പരിശോധിച്ചിട്ട് ചീട്ട് കൊടുക്കണം. കല്യാണം നിശ്ചയിക്കേണ്ട സമയ ചെല്ലിയാണ്, മൗലിയാരെ ഇങ്ങനെ കല്യാണാലോചന ഉണ്ട്, എന്നൊക്കെൽക്കാപ്പ നല്ല ദിവസം. അപ്പൊ മൂപ്പരിങ്ങനെ ഒരു അറബി പഞ്ചാംഗം ഉണ്ടായിരുന്നു പണ്ട്. അതിൽ നഹസുകൾ എന്ന് പറഞ്ഞിട്ടൊരു പെട്ടിക്കോൾ ഉണ്ടാകും. അതിൽക്കിങ്ങനെ നോക്കിയിട്ട് മൂപ്പര് പറയും, ഇമ്മാസം അത്ര 3-ാം തീയതി അത്ര സുഖല്ല, ചൊവ്വാഴ്ച അത്ര സുഖല്ല, 12 അത്ര സുഖല്ല, അങ്ങനെ ഓരോ ദിവസവും സുഖല്ല. പിന്നെയോ ഓരോ രൂപത്തിലുള്ള ദിവസങ്ങൾക്ക് ഓരോ കുഴപ്പങ്ങളുമാണ്. ഏത് കുഴപ്പങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഓരോന്നിന് പ്രത്യേകമായ പല രൂപത്തിലുള്ള കുറ്റങ്ങളും കുറവുകളുമാണ് സമൂഹത്തിന്റെ മുമ്പാകെ പറയുന്നത്. ശനിയാഴ്ച ദിവസമാണെങ്കിൽ അതും വളരെ മോശം, ഞായറൊക്കെ മോശം തന്നെയാണ്, ഒന്നിനും പറ്റാത്ത ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും വല്ല ഒഴിവുള്ള ഏതെങ്കിലും ഒരു സമയം നോക്കിയിട്ട് പുതിയ വസ്ത്രം എടുക്കാനോ അല്ലെങ്കിൽ മുണ്ടെടുക്കാനോ ഒക്കെ പോയാലോ, ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ നീ വാങ്ങലും, ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ശനിയാഴ്ച ദിവസം പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, അത് വാങ്ങാനും പാടില്ല. കാരണം അന്നെങ്ങാനും വസ്ത്രം ധരിച്ചാൽ ശരീരത്തിന് അസുഖം വിട്ടുമാറൂല. പിന്നെന്താ ഇപ്പൊ വേണ്ടത്? ശനി പോയി. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത്, ഒഴിക്കേണ്ടതാണ് പുതിയതെന്നുടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അതുമാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ.